ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഒരു യാത്രയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ കുട്ടികളുടേതായിട്ടുള്ള ഒരു അനാഥാലയമുണ്ട്. അപ്പോൾ ശങ്കരൻ ഇന്ന് വൈകിട്ട് തിരിച്ച് പോവുകയും വേണം. രാത്രി വണ്ടിയാണ് അവന്. അപ്പോൾ അവൻ പോകുന്നതിന് മുന്നേ അവിടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അവൻ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഫുള്ള് ഡ്രൈവറും. അപ്പോൾ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങളവിടെ ഒരു ചെറിയ ട്രീറ്റും അതുപോലെ കുറച്ച് കുട്ടികൾക്കുള്ള കുറച്ച് ഡ്രസ്സ്, ചോക്ലേറ്റ്സ്, അതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഏകദേശം ഒരു 50 കുട്ടികളോളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികളെ ഇതുപോലെ അനാഥാലയങ്ങളിലെല്ലാം കൊണ്ടുപോയി കാണിക്കുകയും അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യുകയും അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വരുമാനത്തിൽ ഒരു ചെറിയ ഒരു ശതമാനം, ഒരു 10% ഇതുപോലുള്ള ചാരിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ നിർബന്ധിക്കുകയും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. അപ്പോൾ പല പാരൻസും കുട്ടികളെ കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികളെ നമ്മൾ അവരെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇവർക്കും മനസ്സിലാകും അവരുടെ ജീവിതം എങ്ങനെയാണ്, നമ്മളുടെ ജീവിതം എങ്ങനെയാണ്. ആ ഡിഫറൻസ് അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നന്മയും അവരുടെ ഫ്യൂച്ചറിനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് ഈ അനാഥാലയത്തിൽ പോകുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല കുട്ടികളാണ്, വളരെ സ്മാർട്ട്, നല്ല സ്നേഹവും ഉള്ള കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാനായിട്ടും ആ കുട്ടികളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുട്ടികൾ രണ്ടുപേരും വിദേശത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതുപോലുള്ള ചാരിറ്റികളിൽ നടക്കാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ കുട്ടികൾ കേട്ടോ, വളരെ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങളവിടെ കുട്ടികളുടെ കൂട്ടത്തിൽ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവരുടെ പേര്, പഠിക്കുന്ന ക്ലാസ് അവർക്ക് ഞങ്ങൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ അവരായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നേരം സംസാരിച്ച് ചോക്ലേറ്റ്സ് എല്ലാം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു ലോങ് ഡ്രൈവ് പോയേ. അപ്പോൾ ശങ്കരൻ തന്നെയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ പെൺകുട്ടികളാണ് അധികം ഉള്ളത്. ഇതുപോലെയുള്ള പെൺകുട്ടികളും ഉണ്ട്, പിന്നെ ചെറിയ ആൺകുട്ടികളും ഉണ്ട്. വളരെ നല്ല കുട്ടികളാണ്. ഒരു 50ഓളം കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു ലോങ് ഡ്രൈവ് പോയി. ശങ്കരൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. ഇവിടെ ഒരുപാട് നല്ല ചെറിയ കുട്ടികളുണ്ട്, കൊച്ചു കൊച്ചു കുട്ടികൾ, 3 വയസ്സുള്ളത്, 4 വയസ്സുള്ളത് ഒക്കെ ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഇൻഫെർട്ടിലിറ്റി കേസസിൽ ചില കേസസിൽ 100% ഉറപ്പാണ് അവർക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തുകൂടെ എന്ന് പലരോടും ചോദിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പലരും അത് തയ്യാറാകാറില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പലരും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ജീവിതം ആകെ വിരസതയായി മാറും. അപ്പോൾ അതുപോലുള്ളവർക്ക് ശരിക്കും ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്താൽ അത് കുട്ടികൾക്കും വളരെ വലിയൊരു കാര്യമാണ്, അവർക്കും വളരെ വലിയ കാര്യമാണ്. പക്ഷെ അതെന്തുകൊണ്ടോ ആളുകളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ അനാഥാലയത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ശങ്കരന് ഇന്ന് വൈകിട്ട് 10:30 ബസ്സുമാണ് അവന്. ബാംഗ്ലൂരിലേക്ക് ഇന്ന് അവന് ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് ലോങ് ഡ്രൈവൊക്കെ പോയി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 400 ഫീറ്റ് റോഡിലൂടെ, ഔട്ടർ റിംഗ് റോഡിലൂടെ ഒരുപാട് ദൂരം അങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്തു. അപ്പോൾ അധികം വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തി. ലഞ്ചെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ചോറെല്ലാം കഴിച്ചു. പിന്നെ ഇനി വൈകിട്ടൊന്ന് വെളിയിൽ പോകണം. 10:30 അവനെ തിരിച്ച് കോയമ്പേട് കൊണ്ടുപോയി ബസ് കയറ്റി വിടുകയും ചെയ്യണം. ബസ്സാണ് ഇന്ന് അവന് ബുക്ക് ചെയ്തിരിക്കുന്നത്, ട്രെയിനല്ല.
അപ്പോൾ അവൻ വന്നിട്ട് 4 ദിവസമായി. അപ്പോൾ ഇവനുള്ള ഈ 4 ദിവസവും അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിട്ട് കടന്നുപോയി. ഇനിയിപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും എനിക്കൊരു വിഷമം മാതിരി വരുന്നത്. സാധാരണ ഈ കുട്ടികൾ രണ്ടുപേരും വന്ന് നിന്ന് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വീട് കാലിയായ പോലെയായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ കരിയറും തിരക്കുകളും എല്ലാം നോക്കണം. ഞാനെപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങളുടെ കരിയർ നോക്കിക്കോളൂ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവുക, അതുപോലെ നല്ല ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിലേക്ക് വരിക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പാരൻസും കുട്ടികളുടെ കരിയറിന് ഒരു തടസ്സമായി മാറരുത്. അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. Staying with you, cause everyone is so loud. I just want a little bit of peace.